ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലനും ദേവിയും എവിടെ പോയി, എങ്ങനെ പോയി, എന്തിനു പോയി, ഇതൊന്നും അറിയാതെ അനിയന്മാർ നെട്ടോട്ട് ഓടുകയാണ്. അവസാനം ശങ്കരമാമയുടെ അരികിലേക്ക് എത്തി. ശങ്കരമാമയ്ക്ക് അരികിലെത്തി ശങ്കരമാമയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴോ ശങ്കരമാമ പറഞ്ഞത്, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നതാണ് ഇത്രയും വലിയ പ്രശ്നമായിപ്പോയത്. ഞാൻ ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയായിരുന്നെങ്കിൽ ഈ വിഷയമൊന്നും ഇപ്പോൾ ഉണ്ടാകേണ്ടതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അപ്പു പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് കൂടിപ്പോയെന്നും അതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശങ്കരമാമ ഇങ്ങനെ ഹരിയോടും ശിവനോടും പറയാം. ഇനിയിപ്പോൾ ഇതിനെ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. അവരെവിടേക്ക് പോയി എന്നോർത്തിട്ടാണ് നമ്മളവരെ തിരഞ്ഞു പിടിക്കുന്നത് എന്ന് കരുതി അവരെ കണ്ടുപിടിക്കാതിരിക്കാനും കഴിയില്ല. എന്തെങ്കിലും മാർഗത്തിലൂടെ അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് അവർ. അവരെ ഒരിക്കലും കരയിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ശങ്കരമാമ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഏട്ടനെയും ഏട്ടത്തെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ അത് പറയുന്നു. പക്ഷേ ഇത്രയും ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ആ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയം നിങ്ങൾ ആരും ചിലവഴിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാത്തിനും കാരണം ഞാനാണെന്നും പറഞ്ഞ് ഹരി അവിടെ നിന്ന് കരഞ്ഞു. ഹരിയേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അന്നേരം ശിവൻ ചോദിച്ചു. അപ്പു പറഞ്ഞ ആ ജോലിക്ക് ഞാൻ പോയില്ല. ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഹരി ഭയങ്കര കരച്ചിൽ. അപ്പു ആ ജോലിക്ക് ജോലി റെഡിയാക്കി ഞാൻ പോകാതിരുന്നത് കൊണ്ടാണ് അപ്പുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതെന്നും അപ്പു ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നും അതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ പ്രശ്നങ്ങളും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിൻ്റെ പിടിവിട്ടു പോയി. ജീവിതത്തിൽ അപ്പു തോറ്റുപോയി എന്നൊരു തോന്നൽ അപ്പുവിന് സംഭവിച്ചു. അതിൽ നിന്നാണ് അപ്പുവിന് ഇങ്ങനെ ഒരു ഇത് വന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ശിവനും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പരിധി കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ നമ്മുടെ ശങ്കരമാമയും പറഞ്ഞു. വേഗം തന്നെ ഹരി ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് വാവിട്ട് കരയുക. അങ്ങനെ കരഞ്ഞപ്പോഴേക്കും ശിവൻ എന്ത് പറഞ്ഞിട്ടാണ് ഹരിയെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. എങ്കിലും ഏട്ടനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ഹരി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നു. ശിവൻ അവിടെ തന്നെ നിൽക്കുന്നു. ഹരിയാണെങ്കിൽ പിടിവിട്ട് നിൽക്കുകയാണെന്ന് ശിവന് മനസ്സിലായി. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുക. ഈ സമയത്താണ് ജയന്തി തറവാട്ടിലേക്ക് ന്യൂസ് പിടിക്കാനായിട്ട് കയറി വരുന്നത്. അപ്പം സാരിയൊക്കെ കൊടുത്തതല്ലേ, ആ സാരിയെ കൊടുത്തുകൊണ്ട് ദേവി ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആശാത്തി കയറി വന്നതാണ്. കയറി വന്നപ്പോഴേക്കും ഇവിടെ എന്താ ആരും ഇല്ലേന്നും ചോദിച്ചു. അങ്ങനെ കയറി വന്നപ്പോഴേക്കും നമ്മുടെ അഞ്ജു അവിടെ നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അഞ്ജുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട്, അഞ്ജു നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഞ്ജു ഇത് വെച്ച് നീട്ടി. അപ്പോൾ തൊട്ടരികിൽ അപ്പു ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ നിരാശയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഈ പേപ്പർ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നേ, ഞാൻ എന്താ ഈ കേൾക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. എൻ്റെ പൊന്നഞ്ചു, അപ്പോ ഇത് അവരുണ്ടല്ലോ എങ്ങും പോയതൊന്നുമല്ല, ഇത് ആത്മഹത്യക്കുറിപ്പാ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും ആ കയ്യിലിരുന്ന പേപ്പർ നമ്മുടെ അപ്പു തട്ടി ഇങ്ങ് പറിച്ചെടുത്തേ. അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ നാവ് കൊണ്ട് വേണ്ടാതീനം ഇവിടെ നിന്ന് പറയരുതെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാതീനം പറഞ്ഞെന്നോ? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞതേ സത്യം തന്നെയാണ്. അവരെ ആത്മഹത്യ ചെയ്യാൻ പോയതാ, അതിന് യാതൊരു മാറ്റമില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു അവസരത്തിലെങ്കിലും നിങ്ങളുടെ ദുഷിച്ച നാവ് നല്ലതൊന്നും പറയത്തില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അഞ്ചു അന്നേരം ചോദിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്തായാലും അവർ രണ്ടുപേരും ജീവിക്കരുതെന്നുള്ളതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അഞ്ജുവും പറഞ്ഞു. അതുപോലെ തന്നെ അപ്പവും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും നമ്മുടെ ശിവനും ഹരിയും കൂടെ നോക്കി മടുത്ത വീട്ടിലേക്ക് വരുക. അപ്പോൾ വിവരം അറിയാനായിട്ട് ഇവർ ആകാംക്ഷയോട് കൂടി ഇരിക്കുകയല്ലേ. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ കയറി വരുന്നത്. തൊട്ടരികിൽ ജയന്തി ഉണ്ട്. അവർ വരുന്നുണ്ടല്ലോ, അവരെവിടെ പോയതാ, അവരെ അന്വേഷിക്കാൻ പോയതായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേന്നൊക്കെ ഇവർ പറയുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ വന്നു. ജയന്തി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നും ചോദിച്ചുകൊണ്ട് ചാടി ഓടി ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഇവർ വന്നിങ്ങനെ ആ ഒരു ചെറിയ അരപ്രൈസ് പോലത്തെ ഉണ്ടല്ലോ, അതിൽ നരത്തിണയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അഞ്ജുവും അപ്പവും ചോദിച്ചു, എന്തെങ്കിലും വിവരം കിട്ടിയോ, ആരോടെങ്കിലും ചോദിച്ചോ, ആരെങ്കിലും അവരെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു വിവരവും കിട്ടിയില്ലെന്നുള്ള കാര്യം പറയാം. എന്ത് ചെയ്യാനാ, നല്ലൊരു പെണ്ണായിരുന്നു ദേവി, ആ ദേവിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ തലക്കനം മറിഞ്ഞുകൊണ്ട് ഈ ജയന്തി സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നതേ അവർ മനഃപൂർവ്വം ഇതെല്ലാം പ്ലാൻ ചെയ്തു പോയതാണെന്നാണ്. ഇനിയിപ്പോൾ നാട്ടിലും കരയിലൊന്നും അന്വേഷിച്ച്, അല്ലെങ്കിൽ അമ്പലത്തിലോ കടത്തിണ്ണയിലോ ബസ് സ്റ്റാൻഡിലോ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. അവരെ വല്ല പോലീസുകാരോട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ. പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക വേണ്ടത്. അങ്ങനെ പോലീസുകാർ നോക്കി അവരെ കണ്ടുപിടിച്ചോളൂ എന്ന് പറയുമ്പം ശിവനും അതുപോലെ ഹരിയും ഇങ്ങനെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു രീതിയിൽ ഇങ്ങനെ നോക്കുക. കാരണം കഥ ഇവിടെ നിന്നും പോയി. ജയന്തിയാണല്ലോ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. ഇനി കഥ എന്തൊക്കെയാണ് വരുന്നത്? നാളെ ശിവൻ്റെയും
അഞ്ജുവിൻ്റെയും അപ്പുവിൻ്റെയും ഹരിയുടെയും കണ്ണൻ്റെയും ഒക്കെ മുന്നിൽ വന്ന് ദേവിയുടെയും ബാലൻ്റെയും ഡെഡ് ബോഡി കിട്ടിയെന്ന് വരെ പറയും. അത്തരത്തിലുള്ളൊരു മുതലാണ് നമ്മുടെ ആശാത്തി. അതുകൊണ്ട് തന്നെ ആ സാധനത്തിനെ പേടിച്ചേ പറ്റൂ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജയന്തി അടുത്ത് അത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ജയന്തി അടുത്ത് ഇപ്പോൾ ഈ വിഷയം പറഞ്ഞു വലിയ പ്രശ്നമാക്കാൻ നിൽക്കേണ്ട, ജയന്തി അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു നമ്മുടെ അഞ്ജു. അതെങ്ങനെ ശരിയാകും? വിവരങ്ങൾ അറിയാതെ ഞാൻ എങ്ങനെ പോകും? എനിക്ക് സമാധാനമായിട്ട് അവിടെ ചെന്ന് ഇരിക്കാൻ പറ്റണ്ടേ? സമാധാനമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാം, വിവരങ്ങൾ ഞങ്ങൾ അറിയിച്ചോളാം, ജയന്തി വെച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ജയന്തി ഒരു തരത്തിൽ അവിടെ നിന്ന് അവർ ഓടിച്ചു വിടുക. കാരണം ജയന്തി അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവർക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ ജയന്തി അവിടെ നിന്ന് അങ്ങ് പോയി. വിവരങ്ങൾ അറിയിക്കണേ മക്കളെ എന്നും പറഞ്ഞിട്ടാണ് ജയന്തി പോകുന്നത്. അങ്ങനെ ജയന്തി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ പരസ്പരം അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. ഒരിടത്തും കാണാനില്ല, അതുപോലെ ശങ്കരമാമ ഇന്നതാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ണൻ അന്വേഷിച്ച് പോയിട്ട് കാണാതെ കയറി വരും. അപ്പോൾ കണ്ണൻ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ കണ്ണനെ നോക്കുന്നു. കണ്ണൻ ചോദിച്ചു, എന്തെങ്കിലും വിവരം കിട്ടി, അവരെവിടെയാണെന്ന് വല്ല അറിഞ്ഞോ എന്ന് ചോദിച്ചു. അങ്ങനെ അറിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അവരെ കണ്ടെങ്കിൽ അവരിവിടെ കാണില്ലേ എന്ന് ശിവൻ അന്നേരം ചോദിക്കുക. പെട്ടെന്ന് സങ്കടത്തോടു കൂടി നമ്മുടെ കണ്ണൻ പൂജാമുറിയിലേക്ക് പൂജാമുറിയിൽ പോയി നിന്ന് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. താൻ ചെയ്ത തെറ്റിന് തൻ്റെ ഏട്ടനെയും ഏട്ടത്തിയെയും ശിക്ഷിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് കണ്ണൻ്റെ മുന്നിൽ പ്രാർത്ഥനയുമായിട്ട് നിൽക്കുന്ന നമ്മുടെ കണ്ണൻ്റെ മുന്നിലേക്ക് ശിവനും അതുപോലെ തന്നെ ഹരിയും കൂടെ കയറി ചെന്നു. അവർ കയറി ചെന്നപ്പോൾ കണ്ണൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ കണ്ണൻ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണൻ ഇങ്ങനെ ശിവനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, ഇല്ലടാ, ഒരിക്കലും നിന്നോട് പൊറുക്കില്ല. നിന്നോട് ഞാനെന്നല്ല, ഈ കുടുംബത്തിൽ ആരും പൊറുക്കില്ല. നിന്റെ ആർത്തിയും നിന്റെ പരവേശവും നിന്റെ എടുത്തുചാട്ടവും നിന്റെ അതിബുദ്ധിയും കൊണ്ടാണ് ഇന്ന് ഏട്ടനും ഏട്ടത്തിക്കും ഇതുപോലൊരു ദുരന്തം സംഭവിച്ചത്. ഇത് നീ ഏത് ഗംഗയിൽ പോയി കഴുകി കളയുവടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശിവൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കും തോറും നമ്മുടെ കണ്ണൻ്റെ പിടി വിട്ടുപോയിക്കൊണ്ടേയിരിക്കുക. കാരണം കണ്ണൻ അറിയാം ഇതിൻ്റെ 100-ൽ 80% കണ്ണനും ബാക്കി 20 അപ്പുവാണെന്നുള്ള കാര്യം. അങ്ങനെ കണ്ണനെ ശപിച്ചു കുത്തിക്കൊണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ശിവൻ ഇങ്ങനെ പറയുന്നു, ഇനിയും ഞങ്ങൾക്കും കൂടി ഒരു ബാധ്യതയാകാതെ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ എന്നുള്ള രീതിയിൽ കണ്ണനെ അടിച്ചിറക്കുന്നത് പോലെ നമ്മുടെ ശിവൻ അവിടെ സംസാരിക്കുന്നു. കണ്ണൻ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ശിവൻ കണ്ണനെ ഇറക്കി വിടാൻ തുടങ്ങുമ്പോഴേക്കും ഹരി അത് തടയാൻ ശ്രമിച്ചു. ഇല്ല ഹരിയേട്ടാ, ഇവനോട് ഒരിക്കലും പൊറുക്കാൻ എനിക്ക് കഴിയില്ല. നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വന്നവനാ ഇവൻ നമ്മുടെ കണ്ണനല്ല. ഇവൻ ഒറ്റൊരുത്തൻ കാരണം ഇന്ന് നമ്മൾ നാഥരില്ലാതായി പോയത്. ഇവനോട് ഞാൻ പൊറുക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവൻ ഭയങ്കരമായിട്ട് കിടന്ന് ഷൗട്ട് ചെയ്തു. അതുപോലെ തന്നെ ഹരിയുടെ മുന്നിലാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അങ്ങനെ ബാലനെയും ദേവിയെയും നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വിങ്ങലിലും വേദനയിലും നമ്മുടെ ബാലനോടും ദേവിയോടുമുള്ള കടപ്പാടും സ്നേഹവും ഒക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ ശിവൻ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.